ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, ഈ ഒരു രണ്ട് രീതിയിലായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുക. ഇനി ദോശ ആയാലും സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒരു കിഴങ്ങ് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 3/4 ഭാഗത്തോളം കുക്കായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ ഇഡ്ഡലി മാവ് എടുക്കുക കേട്ടോ, ഈ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ പാനിൽ ഫുള്ളായിട്ടൊന്ന് കവറായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറഞ്ഞ സമയം മതി ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട്. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഓയിൽ തടവി കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ അതുപോലെ ദോശയൊക്കെ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സെയിം രീതിയിൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിന് മുകളിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ ഓയിലും നെയ്യൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ടും ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ലപോലെ കുക്കായി വന്നാൽ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇത് ചട്നിയുടെ കൂടെ ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് ഉഴുന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു സവാളയുണ്ട് ഞാനിപ്പോൾ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിലായിട്ട് കടിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ച് ഉടച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു കിഴങ്ങിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്ത് സാധാരണ കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ ചെറിയൊരു കട്ട്ലറ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോയുടെ മിക്സ് വെച്ച് കൊടുത്ത് അത് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഇഡ്ഡലി മാവ് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് കൂടെ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലത്തെ പാനില്ലാന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉൾഭാഗത്ത് നല്ല മസാലയുടെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു സെയിം കട്ട്ലറ്റ് തന്നെ കുറച്ചും കൂടി ചെറുതാക്കി ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ഇഡ്ഡലി മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇത് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്താണ് നമ്മുടെ ആ ഒരു മസാല ഉണ്ടാവുക. ബാക്കി ഒരു സൈഡിലേക്ക് ആ ഒരു നമ്മുടെ ഇഡ്ഡലി ഭാഗം കൂടെ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ സെയിം മസാല വെച്ചിട്ട് തന്നെയാണ് നമ്മൾ 2 രീതിയിലൂടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആ മസാലയുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ മസാലയ്ക്ക് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്ന സെയിം രീതിയിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ദാ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ മസാല കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മസാല ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിനെ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തട്ടിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി അടുത്തത് സെയിം ബാറ്റർ തന്നെ ഞാനിതാ ഇതുപോലെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഒഴിച്ചിട്ടും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ മസാല സെയിം ആണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ പകരമായിട്ടാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ആ ഒരു ചോറ്റുപാത്രത്തിലേക്ക് ഒരു ലെയർ നമ്മൾ ഒരു 2-3 കയ്യിൽ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് മാവ് ഒഴിച്ച് കൊടുത്ത് ഏറ്റവും മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുത്ത് ആ ഒരു ലെവലിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായത്. ഇനി അടുത്തൊരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് സെയിം രീതിയിൽ തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകും ഉഴുന്നും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബാറ്ററിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെതാ ഇതുപോലത്തെ ദോശക്കല്ലിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താലും മതി. കല്ലിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിനെ ആദ്യം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെയിം രീതിയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.